തമ്പി നീ എവിടെ നിക്ക് പോകല്ലേ? എന്താണ് വഴക്കിട്ട് പോകല്ലേ? നീ പറഞ്ഞ കേക്ക്. നീ ആ യുദ്ധം ഒന്ന് തീരാൻ പ്രാർത്ഥിക്ക്. യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഗ്യാസ് വരും, നിന്റെ എല്ലാ പ്രശ്നം മാറ്റി ഇവിടെ AC ആക്കി തരാൻ ഞാൻ. അടുത്ത ഞായറാഴ്ച എനിക്ക് പെണ്ണ് കാണാൻ നീ പോകണം. പൊയ്ക്കോ. ഒരു കാര്യം ചെയ്, ഇപ്പം ഗ്യാസ് വന്ന ഇവരുടെ വേറെ 2 പണിക്കാരില്ലേ, അവരെ അടുപ്പിൽ ഊതാൻ നിർത്ത്. ഞാൻ പച്ചക്കറി അരിയാം, പാത്രവും കഴുകാം. പാചകം അറിയാവുന്ന നിനക്കല്ലേ? അവർക്ക് പച്ചക്കറി അരിയാനും പാത്രം കഴുകാനും അല്ലേ അറിയുള്ളൂ. അവരെ പിടിച്ച് ഞാൻ ഇതിനകത്താക്കി കഴിഞ്ഞാൽ മന്ദാകിനി തകർന്നു പോകൂലേ? അതുകൊണ്ട് കാര്യമില്ല, എനിക്ക് പറ്റില്ല മുതലാളി, അത്രേ ഉള്ളൂ. എടാ, മന്ദാകിനി കാറ്ററിംഗ് സർവീസ് നീ ഉള്ളത് കൊണ്ടാ പിടിച്ചു നിൽക്കണത്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കാല് പിടിക്കണത്. ഇത് 100 നാവാണ് അവക്ക്. ഹലോ, മോളെ. അത് മാറി, അത് ഇവിടെ വന്നപ്പാ. നീ തടകണ്ടല്ലോ, നീ ഒന്ന് തലോടിയാൽ മാറൂല്ലോ. ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വിട്ടു മാറിയിട്ടുണ്ട്, ഇപ്പൊ വേദനയില്ല. ശരി ശരി, ഞാൻ വിളിക്കാം മോളെ. ശരി, ഞാൻ വിളിക്കാം മോളെ. ഓക്കെ. മോളാണോ? മോളല്ല, വൈഫാണ്. വൈഫിനാണോ മോളെന്ന് വിളിച്ചു? മോളെന്ന് വിളിക്കുള്ളൂ. ഞങ്ങൾ തമ്മിലൊരു 16, 15, 14 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആണോ? അപ്പം മോളെന്ന് വിളിക്കണം. 2 മഞ്ചും കൂടെ മേടിച്ചു കൊടുക്കും. അവളെ എവിടെ ഇരുന്ന് പെണ്ണാണെന്ന് അറിയാമോ? കോടീശ്വരന്റെ മോളാ. എന്റെ കൂടെ ഇറങ്ങി വന്നു. എന്താ കാരണം? ഇവിടെ അടപ്രഥമം കഴിച്ച്. ആണോ? അന്ന് എന്റെ കൂടെ ഇറങ്ങി വന്നതാണ്. ഈ ക്ഷാമം ഗ്യാസിനുണ്ടായ സമയത്തെ എന്നോട് ഇഞ്ചക്ഷൻ കുക്കർ മേടിക്കാൻ